ഞണ്ട് വൃത്തിയാക്കാത്തത് എന്റെ കെട്ടിയൻ വാരിപ്പറക്കിട്ട് ഇടിച്ചു ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ പ്രത്യേകിച്ച് കാരണം ഉണ്ടാകും ഗൈസ്. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ ഒന്ന് ഉലാത്താൻ പോയത് പുറത്തോട്ട്. ഉലാത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു കവറുണ്ടായിരുന്നു. ആ കവർ നിറച്ച് കായലിലെ മത്സ്യങ്ങളായിരുന്നു. കടലിലെ കായലിലെ മത്സ്യങ്ങൾ. അപ്പം ഞണ്ട്, കണവയില്ലേ, എന്തോന്ന്, പാര, ഞണ്ട്, പിന്നെ എന്തൊക്കെയോ കരിമീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കരിമീനില്ല ഗൈസ്, കരിമീൻ്റെ കുഞ്ഞമ്മേനെ മോള് കാണിച്ചു തരാം. എൻ്റെ കട കരിമീൻ ബലിഷ്ഠമായ കാര്യങ്ങൾ നോക്കൂ ഗൈസ്. എന്താ ഷർട്ട് ഇല്ലാത്തത് കൊണ്ട് ബാഡി കാണിക്കാൻ പറ്റില്ല. ഇതാണ് മിസ്റ്റർ നൗഷാദ് സഫറുള്ളയുടെ കരിമീൻ. ഇതാണ് നമ്മളെ നാട്ടിൽ ഇതിന് ഇത് കിളിപോയ മീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുളിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വൃത്തിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ വൃത്തിയാക്കൽ മഹാമഹോണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ പൈപ്പിനെ കുറിച്ച് കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം ഗൈസ്. ദിസ് ഈസ് വാടക വീട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കാൻ നോക്കി. ഇത് പായലെങ്ങാണ്ട് പിടിച്ചിരിക്കുന്ന ഒരു തരത്തിൽ പോകുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞങ്ങളത് ചെയ്തോളാം. കുഞ്ഞു ബോസേ ഗൈസ്, ഇവിടെ ഫാസില വന്നിട്ടുണ്ട്. ഫാസില ഇടയ്ക്ക് ശനി ഞായറൊക്കെ ലീവ് കിട്ടുമ്പോൾ വരും. രണ്ടുപേരും കൂടെ വന്നിരുന്ന് എനിക്ക് കോപ്പിറൈറ്റ് വാങ്ങിത്തരാനുള്ള ജോലിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ പ്ലേ ആക്കി എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ദയവ് ചെയ്ത് പ്ലേ ആക്കരുത്. മാറ ഗൈസ്, മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കുള്ള പണിയാണ് ഞാൻ ഈ എരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞ് ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെങ്കിലും പറഞ്ഞ് രാത്രി നമ്മൾ ചോറ് കഴിക്കണം. ഞങ്ങൾ കഴിക്കും, ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല. ഈ ഇരിക്കണ ഈ എൻ്റെ കെട്ടിയവൻ ഈ നിൽക്കുന്ന മിസ്റ്റർ പ്രൊഫഷണൽ മഹാൻ രാത്രി ചോറ് കഴിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ചോറ് അത്ര നല്ല കാര്യമൊന്നുമല്ല, ചോറിന് അത്ര മഹത്തായ കാര്യമൊന്നുമല്ല. രാത്രി ചോറ് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു രാത്രി നമുക്ക് കപ്പ പുഴുങ്ങിയിട്ട് ഈ ഞണ്ട് ഒരു 3 ഞണ്ട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മോളിൽ ഞണ്ടാണ് കിടന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് കുറേ ഞണ്ട് കാണും. അപ്പോൾ ഞണ്ട് കറിയും വെച്ചിട്ട് നമുക്ക് കപ്പ പുഴുങ്ങാമെന്ന് പറഞ്ഞു. എടുത്ത് തട്ടിയപ്പോൾ ആകെ 3 ഞണ്ടേ ഉള്ളൂ. പിന്നെ എന്തായാലും കൈവച്ച സ്ഥിതിക്ക് എല്ലാം മീൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. വൃത്തിയാക്കിയൊക്കെ തരും, നല്ല കൊച്ചാണ് കേട്ടോ. മീനൊക്കെ വൃത്തിയാക്കും. പിന്നെ മീൻ വൃത്തിയാക്കിയിട്ട് പോകുമ്പോൾ അടുക്കള വൃത്തിയാക്കാൻ ഞാൻ നിൽക്കണം, അത് വേറെ കാര്യം. അപ്പോൾ മീൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇപ്പം ഏകദേശം മണി 3:30 ആയുള്ളൂ. ഇതിപ്പം വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് കയറ്റാം. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം രാത്രി 6:30 ആകുമ്പോഴേ കുക്ക് ചെയ്യുള്ളൂ. അപ്പം വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് വ്ലോഗ് എടുത്താലോ, അങ്ങനെ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ അവിടെ ഒരാളെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാത്തൂട്ടിൻ്റെ പാവയാണ് തൂക്കിയിട്ടേക്കുന്നത്. ഉള്ള പേരാണ് എന്തുള്ള പേര്, നീലു, കാലു, പീല. ഇവളെ പേര് എനിക്ക് പെട്ടെന്ന് നീലു അല്ല, നീലു മറ്റേ ഇത് പീലു. കുറെ ലൂ ഉണ്ട്, പിന്നെ ഒരു മോട്ടും ചോട്ടും ഉണ്ട്. അവർ രണ്ടുപേരും ഇവിടെ അലമാരയുടെ സൈഡിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി മസാലകളും കാര്യങ്ങളും വഴിയെ കാണിച്ചു തരാം. നോട്ട് ഫെയർ. ഇത് ശരിയല്ല, ഉപ്പല്ല, ഞാൻ ഉപ്പിട്ട് തരും ഗൈസ്. എന്നെ മസാല ഇടാൻ സമ്മതിക്കില്ല. അതിന്റെ ഇടയിൽ കൂടെ നാരങ്ങ പിടിയും, അതിന്റെ ഇടയിൽ കൂടെ സോഡാ നാരങ്ങ വേണം. ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യൻസ്. എനിക്ക് അടുക്കളയിൽ വേറെ ആരും വന്ന് ശല്യം ചെയ്യാൻ ഇഷ്ടമല്ല ഗൈസ്. ഒരു പൊതി ഗൈസ്. അപ്പോൾ അൽ മസാല പുരട്ടൽ. ഈ സ്റ്റാൻഡ് എങ്ങനെ വെച്ചിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ സജി. ഓക്കെ, അപ്പോൾ അൽ മസാല പുരട്ടൽ മഹാമഹമാണ്. ഞാൻ നന്നായിട്ട് മസിൽ പിടിച്ചിട്ടാണ് ഈ മസാല ഇടുന്നത്. അൽ മഞ്ഞപ്പൊടി, അൽ മുളക് പൊടി, അൽ ഗരം മസാല. അവിടെ എന്തൊക്കെയോ ബളഹങ്ങളൊക്കെ കേൾക്കുന്നു ഗൈസ്. അൽ കുരുമുളക് പൊടി, ഗൈസ്, പിന്നെ ഒരു പിഞ്ച് നാരങ്ങ. ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ക്യാമറയിൽ. ഇങ്ങനെ കൈവച്ചിട്ട് വേണം, അല്ലെങ്കിൽ നാരങ്ങയുടെ ഗുരു ഇതിൽ വീഴും. ഗൈസ്, ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പൊ ഞാൻ
ഇട്ടിരിക്കും. നല്ല ഇങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഒരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞങ്ങ് എടുക്കുക. അയ്യോ 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 പിഴിഞ്ഞെടുത്ത കുരു മൊത്തം അതിൽ തന്നെ വീടേ. അയ്യോ കുരു വീടുണ്ടാന്ന് കരുതി സൂക്ഷിച്ച് ഞാൻ പൊക്കിക്കൊണ്ട് വരികയായിരുന്നു തമ്പ്ര. പക്ഷെ ഇത് തന്നെ വീണ. ഗൈസ്, ഈ തോർത്ത് ഞാൻ ദേഹത്തിട്ടേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് പുതിയ നൈറ്റിയാണ്, വെള്ളയാണ്. അപ്പം ഇതില് അതാണ്. അപ്പോ പോയെ കുറച്ച് ഉപ്പ് കൂടുതൽ കിടന്നു. ഇനി മിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ മിക്സിങ് എന്ന് പറഞ്ഞ സാധനം. മിക്സ്. അപ്പം മസാല റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ മേൽക്കുട്ടന്മാരെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പെറുക്കി ഇടുക. കരിമീൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച വെള്ളമീൻ, പിന്നെ ചെറിയ ചെറിയ പാരക്കുറ്റികൾ, ഞണ്ട് മാത്രം ഇതിലിടത്തില്ല ഗൈസ്. സൈലൻസ്, ബഹളം വെക്കരുത്. എന്താ കരിമീൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കായലിലെ വെള്ളത്തിൽ കൊണ്ട് നമ്മളെ പറ്റിക്കുന്നു. ഒരു ലോഡ് മീനുണ്ട് ഗൈസ് മസാല വരട്ടാൻ. ശരിക്കും പറഞ്ഞാൽ പാത്രത്തിൽ സ്ഥലമില്ല, കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണ്ടേ. ഇനി കൂട്ടാൻ വയ്ക്കാനുള്ള ഞണ്ട് കണ്ട് നിങ്ങൾ ബോധം കിട്ടുകയില്ലത് ഗൈസ്. ഇത്രയും മീനും ഒരു കൊച്ചു പാത്രവും. മസാല പുരട്ടിയിട്ട് ബാക്കി കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കോലാഹലം മൊത്തം നിങ്ങൾ കാണും. ഞണ്ട് വൃത്തിയാക്കാത്തത് എന്റെ കെട്ടിയോൻ വാരി പിറക്കിയിട്ട് ഇടിച്ചു ഗൈസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ റീച്ചുള്ളൂ ഗൈസ്. ഞാൻ അതാ ഒരു പാത്രം മീൻ മസാല പുരട്ടി ഗൈസ്, കണ്ട മസാല പുരട്ടി. അപ്പൊ ഈ ഞണ്ട് ഒരു ചരിവ് നിറയെ ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷെ ഇതിൽ 3 ഞണ്ടേ ഉള്ളൂ. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. അപ്പം നമ്മള് അത് ഈ ഞണ്ട് നമുക്ക് പൊരിക്കാനോ വേറെ ഒന്നിനും 3 വെച്ചിട്ട് പറ്റത്തില്ല. അതുപോലെ പൊരിച്ചാൽ വേവില്ല. അപ്പൊ ഞണ്ട് കറി വെക്കാം. കപ്പൻ ഞണ്ട് കറി പൊരിച്ച മീനും അതല്ലേ മാച്ച്. അപ്പം ഞാൻ ഞണ്ട് കറി വയ്ക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കുനുകുന പാട്ടും പടി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്യട്ടെ ഗൈസ്. പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാര്യം എല്ലാം ഞാൻ സ്വയമായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ട്രൈപോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ബാക്ക് ക്യാമറ ആയിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പം ഞാൻ മൊത്തം കറിയാക്കിയിട്ട് ഇനി ബാക്കി നിങ്ങൾ കേണിക്കുള്ളൂ ഗൈസ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഞാൻ ഞണ്ട് കറി വെച്ചേക്കുന്നത് ചിക്കൻ കറി പോലെയാണ് കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഞണ്ട് തോരനുണ്ടാക്കും, റോസ്റ്റ് ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഈ കറിയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കുമ്പോൾ പിന്നെ ചിക്കൻ മസാല ഇട്ടില്ല, പകരം ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇട്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അപ്പോൾ അതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കി. ഇഷ്ടംപോലെ കറിവേപ്പില ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇക്ക വിചാരിച്ചില്ല ഞാൻ 3 ഞണ്ടേ കാണുള്ളൂ. ഇക്കായും അത് വാങ്ങിച്ചപ്പോൾ വിചാരിച്ചത് നിറയെ ഞണ്ടുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ 3 എണ്ണമാണ്. സാരമില്ല, ഞണ്ടല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കപ്പയൊക്കെ ഇവിടെ വെന്ത് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണേ ഗൈസ്. ഞങ്ങളുടെ ഞണ്ട് കറി എല്ലാം ചരുവത്തോടെ എടുത്തുകൊണ്ട് വന്നു ഗൈസ്. കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പാത്തൂട്ടിയും ഇവിടെ വീഡിയോ എടുക്കുന്നു. അവളെ ഫ്ലാഷാണ് ഈ മിന്നണത്. ഇരുട്ടിയതൊന്നുമില്ല, നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി. 6 മണിയായപ്പോഴത്തേക്കും കഴിക്കണം. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യുന്നു. ഞണ്ടുമായി മൽപ്പിടുത്തം, ഇവിടെ ഞണ്ടിൻ്റെ കാലുമായി മൽപ്പിടുത്തം, ഇവിടെ ഞണ്ടിൻ്റെ കാലുമായിട്ട് മൽപ്പിടുത്തം. ഞണ്ട് എങ്ങനെ ശാസ്ത്രീയമായിട്ട് തിന്നാം എന്ന് കാണിച്ചു തരും. ചാടിപ്പോയി കഴിയുന്നു ഗൈസ്. ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ചോണ്ട് പോഴ്ത്തി പറയുന്നില്ല, കൊള്ളൂലേ? അപ്പോൾ കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു ദിവസം കൂടി കഴിയുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഞണ്ട് കറി ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കമൻറ്റ് സപ്പോർട്ടൊക്കെ ചെയ്യണേ. വാടക വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി വാങ്ങിക്കാനുണ്ട്. ഞങ്ങളൊന്നും ഇല്ലാതെ വന്ന് കയറിയതാണ്. അപ്പോൾ ഇനി വേറെ വ്ളോഗൊക്കെ ആയിട്ട് കാണാം ഗൈസ്. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.